കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതിൻ്റെ മുന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ അവസാനിച്ച അതേ കണ്ടൻറ്റുമായിട്ട് തന്നെയാണ്. രേണു സുധി അക്ബറുമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അതിനകത്തുണ്ടെങ്കിൽ രേണു സുധി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെ അവൻ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി. ഞാനുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു അധികം ജനം ഉള്ള സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർ ഇങ്ങനെയാണോ സെപ്റ്റി ടാങ്ക് എന്നാണോ വിളിക്കുന്നതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണു അവിടെ നാടകം തുടങ്ങിയിരുന്നത്. സോ ആ സമയത്തുണ്ടെങ്കിൽ അക്ബർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ ഉണ്ടെങ്കിൽ കേരളത്തിലുള്ള മൊത്തം സ്ത്രീകളെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് താനുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെ ആ സമയത്ത് അക്ബർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്തുണ്ടെങ്കിൽ അനുമോൾ ഇതേ കണക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതേ കണക്കുണ്ടെങ്കിൽ രേണു ചേച്ചിയെ പറ്റിയുള്ള കാര്യമാണ് പറഞ്ഞത്, അതല്ലാതെ ചുമ്മാ ഉണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളെയും കേരളത്തിലുള്ള സ്ത്രീകളെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് അതേ കണക്ക് അനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്കുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തുണ്ടായിരുന്നത് ഈ ചൈത്രയുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വെളിയിട്ടിരിക്കുന്ന ഈ കട്ടിലിൽ കിടക്കുമായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ബിൻസി ഇത് കണ്ടിട്ട് അകത്ത് കയറി പോയിട്ട് അക്ബറിനെ ഉണ്ടെങ്കിൽ അപ്പാനി ശരത്തിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. സോ ആ കട്ടിലുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ചൈത്ര കടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ ചൈത്ര ഉണർത്താതെ വേണം ആ കട്ടിൽ പൊക്കിക്കൊണ്ട് അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അത് താണ്ടിക്കുന്നത്. അങ്ങനെ അത് താണ്ടി കഴിഞ്ഞാലുണ്ടെങ്കിൽ അതിനകത്ത് ആരാണോ കടന്നുറങ്ങുന്നത് അവർ എവിക്റ്റ് ആകും എന്നുള്ള രീതിയിലാണ് ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിരുന്നത്. പക്ഷെ അത് കടത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്കൊരു ചൈത്ര എണ്ണിച്ചായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഉണ്ടെങ്കിൽ പ്ലാൻ എല്ലാം പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബാഡ്ജായിരുന്നു. ഈ ഇതേ കണക്ക് ഗിസലിനും അതുപോലെ തന്നെ ആര്യൻ ആൻഡ് നോറയിൽ ഇവരുടെയിലുണ്ടെങ്കിൽ 3 പേരുടെയിൽ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാഡ്ജിന് വേറെ ആർക്കാണോ ഇത് വേണ്ടത് അവർക്കൊരു ഡിബേറ്റ് പോലെ നടത്തണം, ഇവർക്ക് എന്തുകൊണ്ടാണ് ഇതേ കണക്ക് ബാഡ്ജ് വേണ്ടത്, അതിന് വേണ്ടിയുള്ള യോഗ്യത എന്തുവെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സംസാരിച്ചുണ്ടെങ്കിൽ ഏറ്റുവാങ്ങുന്ന രീതിയിൽ ആ ബാഡ്ജിന് അങ്ങനത്തെ ഉള്ളൊരു ഇതേ കണക്ക് ടാസ്ക് ആയിരുന്നു. സോ ഉണ്ടെങ്കിൽ ഗിസലിനെ എതിർക്കാൻ വന്നത് നവീനായിരുന്നു. അതോടെ തന്നെ ആര്യനെ ആണെങ്കിൽ സാബു, അതുപോലെ തന്നെ നോറയാണെങ്കിൽ ഇതേ കണക്ക് ശാരികയാണ്. ഈ നേവിനുണ്ടെങ്കിൽ ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗിസലിനെതിരെ ഭയങ്കര ശക്തമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. കാരണം ഗിസലിനുണ്ടെങ്കിൽ ഭയങ്കര മലയാളമൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവനാണ് ജയിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ആര്യൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ സാബു വന്നിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ താനാണ് ഭയങ്കര അർഹനായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇതേ കണക്ക് ഭയങ്കരമായിട്ട് താളമൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ വലിയതായിട്ട് അതൊന്നും ഏറ്റെടുത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് തന്നെ ശാരികയാണ് വന്ന് ഇതേ കണക്ക് നോറയ്ക്കെതിരെ ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. താനുണ്ടെങ്കിൽ എല്ലാ ഗെയിമും ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ താനായിരിക്കണം ഇത് ബാഡ്ജിന് അവകാശി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള താളമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാര്യമില്ലായിരുന്നു. അവസാനം ഈ ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിസലിൻ്റെ കയ്യിരുന്ന മാത്രമേ ഉള്ളൂ ബാഡ്ജ് പോയത്, വേറെ ആരുടെ കയ്യിരുന്നതും പോയില്ല. ഇങ്ങനെ ബാഡ്ജ് പോയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഈ സ്റ്റോർ റൂമിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഗിസലിൻ്റെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ പെട്ടിക്കകത്താക്കി കൊണ്ടയക്കേണ്ടതാണ്. പക്ഷേ ഗിസലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് അധികം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ വെളിയിലെടുത്ത് വെച്ചതിന് ശേഷമാണ് അയക്കാൻ തുടങ്ങിയത്. ആ സമയത്തുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് പറ്റത്തില്ല, എല്ലാം ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് തന്നെ അടച്ചു വിടണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഉണ്ടെങ്കിൽ ഗിസൽ ഇതേ കണക്ക് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തു വിട്ടോന്ന് ചോദിച്ചില്ല. പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ വെളിയിട്ട് അവിടെയൊക്കെ കുറച്ച് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ സമയത്ത് ബിഗ് ബോസ് പിന്നെ അവസാനത്തെ ഒരു വാർണിംഗ് കൊടുത്തു, ഇനി ഇതുപോലത്തുള്ള ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ കൊടുത്തു വിട്ടു. എന്നാൽ പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗിസലുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള മേക്കപ്പ് കിറ്റോ അങ്ങനത്തെ ഉള്ള ഒന്നും കൊടുത്തു വിട്ടില്ലായിരുന്നു, കുറച്ച് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അടുത്ത ഇതേ കണക്കത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റോൺ കണ്ടുപിടിക്കുന്നതാണ്. അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് പൊതിക്കകത്തുണ്ടെങ്കിൽ പൊതിഞ്ഞ ഒരു ഗോൾഡ് സ്റ്റോൺ പോലെ വെച്ചേക്കും. അത് എടുക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമുള്ളൊരു അധികാരം അങ്ങനത്തെ ഉള്ള രീതിയിൽ കിട്ടുമായിരുന്നു. സോ അധികമായിട്ട് അതിനകത്ത് ആ ഗോൾഡ് സ്റ്റോൺ എടുത്തിരിക്കുന്ന ആര്യനായിരുന്നു. സോ അവന് കിട്ടി പറഞ്ഞതെന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇതേ കണക്ക് എലിമിനേഷന് അവനെ ഡയറക്റ്റായിട്ട് ഇടാൻ സാധിക്കും. സോ അവനെ ആരെയാണ് തീരുമാനിച്ചതെന്ന് പറയുന്നത് ഇതേ കണക്ക് ഷാനവാസിനെയാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഇതേ കണക്ക് കല്ലിൻ്റെ ഇതേ കണക്ക് വന്നപ്പോഴത്തേക്ക് അക്ബറാണ് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ഇതേ കണക്ക് അവൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവനുണ്ടെങ്കിൽ ഇതേ കണക്ക് ആരെ വേണമെങ്കിലും സ്വാപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ്. സോ തലേന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരുപാട് പേര് ഉറങ്ങാതെ വെളിയിരുന്ന് അവരെ ഉണ്ടെങ്കിൽ അകത്താക്കിയിട്ട് വേറൊരാളെ വെളിയിലാക്കാന്നുള്ള രീതിയിലായിരുന്നു. സോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അക്ബർ ഉണ്ടെങ്കിൽ ഷാനവാസിനെ ഉണ്ടെങ്കിൽ അകത്താക്കിയിട്ട് രഞ്ജിത്തിനെയാണ് വെളിയിലാക്കിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പല പല രീതിയിൽ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഷാനവാസ് ഉണ്ടെങ്കിൽ അക്ബറിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാനുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഉറങ്ങിയതായിട്ട് അഭിനയിച്ചതാണെന്നും പറഞ്ഞ് അവനുണ്ടെങ്കിൽ ഇതാണ് അക്ബറിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്ത്. അക്ബറിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതേണക്ക് മൂട്ടി കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. സോ അതുകൊണ്ട് തന്നെ അക്ബർ ഉണ്ടെങ്കിൽ അകത്ത് കയറി പോയിട്ട് ബിന്നിയുടെ അടുത്തും അതുപോലെ തന്നെ ബിൻസിയുടെ അടുത്ത് ഇതേണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവരാണ് ഇന്നലെ ഉണ്ടെങ്കിൽ ഉറങ്ങാതൊക്കെ ഇരുന്നതും. സോ അവരുണ്ടെങ്കിൽ ഉടനെ ഇതേണക്ക് അടി ഉണ്ടാക്കാൻ വരികയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിന്നിയും ഇതേണക്ക് ഷാനവാസുമായിട്ട് ഭയങ്കരമുള്ള അടിയായി ചെയ്തത്.
അങ്ങനെ അടിക്കിടയിലുണ്ട് ഇതേണൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ബിന്നിയെ എടുത്ത് ഇതേണൊക്കെ പോയി എന്നൊക്കെ. ആ സമയത്തുണ്ട് ബിന്നി പറഞ്ഞൊരു കാര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ തൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, അത് എന്നെ വിളിക്കേണ്ടെന്നുള്ള കാര്യവും പറയുന്നത്. അതേ സമയത്ത് പിന്നെ ഇവർ തമ്മിൽ അടിയായപ്പോഴത്തേക്ക് ഇതേണൊക്കെ ഉണ്ടെങ്കിൽ ബിന്നി ഇതേണൊക്കെ പോടാന്നെങ്ങാണ്ട് പറഞ്ഞു. ആ സമയത്ത് പിന്നെ ഇതേണൊക്കെ തగ్గടിക്കുന്നതാണൊക്കെ ഉണ്ടെങ്കിൽ ഷാനവാസം ഉണ്ടെങ്കിൽ പറഞ്ഞ് താനും അതുണ്ടെങ്കിൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അത് തൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ പറഞ്ഞ അടിയുണ്ടെങ്കിൽ ഭയങ്കര രീതിയിലായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ഈ ഗെയിം കളിക്കുന്നതിൽ അക്ബറിൻ്റെ കാര്യമാണ്. അവനാണ് ഭയങ്കര അടവെന്ന് പറയുന്നത്. എല്ലാവരോടും പല രീതിയിൽ നിൽക്കും, പച്ചമുന്തിനെ പോലാണ് എല്ലായിടത്തും ചെന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നിന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഷാനവാസിനെ എന്തുകൊണ്ടാണ് ഇതേണൊക്കെ ഉണ്ടാക്കി അകത്ത് കയറ്റിയത്, അതോടെ തന്നെ രഞ്ജിത്തിനെ എന്തിനാണ് വെളിയിലാക്കി എന്നുള്ള കാര്യം പറഞ്ഞത് ഇതേണക്ക് ഷാനവാസ് ഉണ്ടാക്കി ഇതേണക്ക് വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അവനെ ഹീറോ ആയിട്ടൊക്കെ വിചാരിക്കും. കാരണം ഇതേണക്ക് കളിച്ച് ജയിച്ച് അവനെ ഹീറോ ആക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് അവനെ അകത്ത് കയറ്റി എന്നുള്ള രീതിയാണ് ബാക്കിയുള്ളവരതൊക്കെ പറഞ്ഞിരുന്നത്. അതേ സമയത്തുണ്ട് ഈ ഷാനവാസിൻ്റെ അടുത്ത് വന്ന് അക്ബർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തനിക്കുണ്ട് ഈ ഹെൽത്തിന് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് വെളിയിൽ നിന്ന് ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഞാനുണ്ടെങ്കിൽ തന്നെ അകത്താക്കി എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള സംസാരമായിരുന്നു. സോ അവൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡാന്ന് തന്നെ പറയാം. അങ്ങനെ അക്ബർ ഉണ്ടെങ്കിൽ പലയിടങ്ങളിൽ പോയി പല രീതിയിലായി. അങ്ങനത്തെ ഉള്ള ഒരു ദിവസത്തെ അങ്ങനെ തീരുകയാണ്. ഞാൻ വിചാരിക്കുന്നത് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ എൻ്റെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.